warahmatullahi wabarakatuh. Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير في الخلق كلهم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മറ്റു സ്നേഹനിധികളായ ഉമ്മപ്പെങ്ങന്മാരെ, ചെറുപ്പക്കാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാം കേൾക്കുന്നതും നാം പറയുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മെ ഇവിടെ എത്തിച്ചേർത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്കൊന്ന് സ്തുതിക്കാം. എല്ലാവരും ഒന്ന് ഉറക്കെ പറയൂ അൽഹംദുലില്ലാഹ് എന്ന്. എല്ലാവരും ഒന്ന് ഉറക്കെ പറയൂ അൽഹംദുലില്ലാഹ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ കാലഘട്ടമില്ലേ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ നൂറ്റാണ്ടില്ലേ, അത് ഒരു പുതിയ നൂറ്റാണ്ടിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലും അതിൻ്റെ പുറത്തുമൊക്കെ ഒരുപാട് വിദഈ പ്രസ്ഥാനങ്ങളും മറ്റും കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ,
ഒരുപാട് വിജയി പ്രസ്ഥാനങ്ങൾ നമ്മളെ മുന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, അതിലൊന്നും നാം അകപ്പെടരുത്. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് അത് മുത്തഖിയായി ജീവിക്കലാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിൻ്റെ റസൂലില്ലേ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബത്തില്ലേ, അവിടുത്തെ താബിഈങ്ങളില്ലേ, അല്ലാഹുവിൻ്റെ ഔലിയാക്കളില്ലേ, ഇവരെല്ലാം നമുക്ക് കാണിച്ചു തന്ന ഒരു മാർഗമുണ്ടല്ലോ. അതാണ് മുത്തഖിയായ മാർഗം, സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പിന്തുടരാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇടയിൽ നന്മ കുറഞ്ഞു വരികയാണ്, തിന്മ കൂടുകയാണ്. തിന്മയിലേക്കാണ് ഇപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ദുന്യാവിൻ്റെ ആഡംബരങ്ങളും ആഭാസങ്ങളും സുഖങ്ങളും അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ്, ആഖിറത്തിന് വേണ്ടിയല്ല, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ല. നാം ജീവിക്കുന്നത് ഈ ദുന്യാവിന് വേണ്ടിയാ. എന്നാൽ എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, നിങ്ങളൊന്ന് ഓർക്കണേ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഒരു നിയ്യത്ത് വേണ്ടതുണ്ട്. ഇനി എൻ്റെ ജീവിതം അത് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചനാഥനായ രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാ. അത് ദീനുൽ ഇസ്ലാമിന് വേണ്ടിയുള്ളതാ. അത് എനിക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയുള്ളതാ. അങ്ങനെ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആത്മീയമായൊരു അനുഭൂതി കടന്നു വരികയാണ്. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടാകണമേ, നമ്മുടെ മനസ്സിൽ തഖ്വ ഉണ്ടാകണമേ. അതുകൊണ്ട് തന്നെയല്ല മുൻകാല പണ്ഡിതന്മാര്, മുൻകാല ആലിമീങ്ങളില്ലേ, ഉമറാക്കളില്ലേ, ഇവരെല്ലാം വിജയിച്ചു പോന്നത് അവരുടെ മനസ്സിൽ തഖ്വയുള്ളത് കൊണ്ടാ. എൻ്റെ ചെറുപ്പക്കാരാ, സ്വഹാബത്തിന്റെ മനസ്സിൽ തഖ്വയുള്ളത് കൊണ്ടാ, ഇഖ്ലാസ് ഉള്ളത് കൊണ്ടാ. അതുകൊണ്ട് തന്നെയല്ലേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറയുന്നത്, അസ്ഹാബി കന്നുജൂൻ ഫബിഅയ്ഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്താണ് പറയുന്നത്? എൻ്റെ സ്വഹാബത്തില്ലേ, അവർ നക്ഷത്ര തുല്യരാണ്. അവരിൽ നിന്ന് ആരെ നിങ്ങൾ പിൻപറ്റിയോ, അവരിൽ നിന്ന് ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്നത്തെ നമ്മുടെ മക്കളുടെ റോൾ മോഡൽസ് ആരാ? ഇന്നത്തെ നമ്മുടെ മക്കളുടെ റോൾ മോഡൽസ് അത് ഫുട്ബോൾ പ്ലേയേഴ്സാ, അത് സിനിമാ നടന്മാരാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മുടെ റോൾ മോഡൽ ആരാണാ വേണ്ടതെന്നല്ലേ? അത് ഒരിക്കലും കളവ് പറയാത്ത മദീനയുടെ വനവാളൻ, ലോകത്തിന്റെ രാജകുമാരൻ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ നമ്മുടെ റോൾ മോഡലാകേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ നാം 10 മാസം ഗർഭം ചുമന്ന എൻ്റെ ഉമ്മ, നിങ്ങൾ 10 മാസം ഗർഭം ചുമന്ന് നൊന്തുപെറ്റ നമ്മുടെ മക്കളില്ലേ, നമ്മൾ തീറ്റിപ്പോറ്റുന്ന നമ്മുടെ സന്താനങ്ങളില്ലേ, അവരൊക്കെ ഇന്ന് വല്ലാതെ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്.
നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഒരാളുണ്ട്. നമ്മൾ എന്ത് ചോദിക്കുമ്പോഴും നമുക്ക് തരുന്ന ഒരാളുണ്ട്. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അവൻ ചെയ്തു തന്നിട്ടുണ്ട്. രാജാതിരാജനായ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഇന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നതാ. നമ്മൾ എന്ത് നടത്തുമ്പോഴും എന്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നമുക്ക് അല്ലാഹുവിനെ ഓർമ്മയില്ല. അല്ലാഹുവിനെ മറന്ന് ഓരോ തെമ്മാടിത്തരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ. നാം എന്തിലേക്ക് കടക്കുമ്പോഴും നമുക്ക് രാജാതിരാജനായ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിനെ ഓർമ്മയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ബാംഗ്ലൂരുവിന്റെ തെരുവില്, അതുപോലെ മറ്റു ഓരോ നഗര വീതികളുടെ തെരുവിൽ ചെന്നിട്ട് അന്യന്റെ ഭാര്യയെ, അന്യന്റെ പെണ്ണിനെ അവിടുന്ന് വ്യഭിചരിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ യുവാക്കളില്ലേ, ഉപ്പമാരില്ലേ, അവരുടെ ഇടയിൽ ലോകം കടന്നു വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ വേണം. നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടായാൽ നമ്മൾ തെറ്റുകളിലേക്ക് പോവുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ മക്കൾ നേരാവണമെങ്കിൽ അവരെ ചെറുപ്പത്തിൽ തന്നെ നാം ശീലിപ്പിക്കേണ്ടതുണ്ട്. എൻ്റെ ഉമ്മ പണ്ട് കാലങ്ങളിലൊക്കെ മക്കൾക്ക് ഉറക്കം തൊട്ടിയിലിട്ട് താലാട്ട് പാടുമ്പോൾ പാടിക്കൊടുത്തിരുന്നത് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ പാട്ടായിരുന്നു, എന്ന ഈ ബൈത്തായിരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ, ഇന്നത്തെ ഈ തലമുറയിൽ നമ്മുടെ മക്കൾക്ക് ഉറങ്ങാൻ കെടുക്കുമ്പോൾ നമ്മൾ പാടിക്കൊടുക്കുന്ന പാട്ട്, നമ്മൾ വെച്ചു കൊടുക്കുന്നത് അത് സിനിമാ പാട്ടുകളാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹല്ല, മദ്ഹ് ഗാനങ്ങളല്ല, അത് സിനിമാ പാട്ടുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അവരെ മദ്രസയിലേക്ക് നാം പറഞ്ഞേക്കേണ്ടതുണ്ട്. അവരെ മദ്രസ പഠിപ്പിക്കേണ്ടതുണ്ട്. അവരെ ദീനീ ബോധം പഠിപ്പിക്കേണ്ടതുണ്ട്. മദ്രസ എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിൽ നിർത്താനുള്ളതല്ല, 7ാം ക്ലാസ്സിൽ നിർത്താനുള്ളതല്ല. അവർ നമ്മുടെ മക്കള് ദീനീ ബോധമുള്ളവരാകേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഈ വാഴ ചുരുക്കുകയാണ്. അധികം ഞാൻ നീട്ടിപ്പറയുന്നില്ല. നമ്മുടെ മക്കളെ